പരശുരാമേശ്വര ക്ഷേത്രം സാധനാപദത്തിൽ അടുത്ത് നമ്മൾ പോകുന്നു. പരശുരാമേശ്വര ക്ഷേത്രത്തിലേക്ക്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കമേറിയതും ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളതുമായ ക്ഷേത്രമാണ് പരശുരാമേശ്വര ക്ഷേത്രം. കലിംഗ വാസ്തുവിദ്യയുടെ ആദ്യകാല രൂപം നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാം. ഭുവനേശ്വർ നഗരത്തിലെ പഴയ നഗരഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ മുക്തേശ്വര ക്ഷേത്രത്തിനും സിദ്ധേശ്വര ക്ഷേത്രത്തിനും കേദാർഗൗരി ക്ഷേത്രത്തിനുമൊക്കെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ക്ഷേത്രത്തെ കാണാൻ സാധിക്കുന്നത്. AD 7-ാം നൂറ്റാണ്ടിൽ ശൈലോദ്ഭവ രാജാവിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്നു. ഭുവനേശ്വറിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പരശുരാമേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഭാരതീയ പുരാണങ്ങളിലെ ഏറ്റവും പ്രശസ്തമായ അവതാരങ്ങളിൽ ഒന്നായ പരശുരാമൻ്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ടതാണ്. ഐതിഹ്യമനുസരിച്ച് തൻ്റെ പിതാവായ ജമദഗ്നി മഹർഷിയുടെ കൽപ്പന പ്രകാരം പരശുരാമന് സ്വന്തം മാതാവിനെ വധിക്കേണ്ടി വന്നു. കൂടാതെ ലോകത്തെ അധർമ്മികളായ ക്ഷത്രിയരിൽ നിന്നും മോചിപ്പിക്കാനായി അദ്ദേഹം 21 വട്ടം ഭൂമിയെ പ്രദക്ഷിണം ചെയ്തു യുദ്ധം ചെയ്തു. ഈ യുദ്ധങ്ങളിലും മാതൃഹത്യയിലുമുണ്ടായ രക്തച്ചൊരിച്ചിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ അശാന്തിയുണ്ടാക്കി. ഈ പാപങ്ങളിൽ നിന്നും മുക്തി നേടാനും ആത്മശാന്തിക്കുമായി അദ്ദേഹം ഭാരതമെമ്പാടും സഞ്ചരിച്ചു. ഒടുവിൽ ഏകാമ്ര വനത്തിൽ അഥവാ ഏകാമ്ര ക്ഷേത്രത്തിൽ, അതായത് ഇന്നത്തെ ഭുവനേശ്വറിൽ എത്തിപ്പെടുകയും ഈ പുണ്യഭൂമിയിൽ അദ്ദേഹം കഠിനമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. പരശുരാമൻ്റെ ഭക്തിയിൽ പ്രീതനായ പരമശിവൻ അദ്ദേഹത്തിന് ദർശനം നൽകുകയും പാപങ്ങളിൽ നിന്ന് മുക്തി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പരശുരാമൻ പ്രതിഷ്ഠിച്ച് പൂജിച്ച ഈശ്വരൻ അഥവാ ശിവഭഗവാൻ ആയതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് പരശുരാമേശ്വര ക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. ഇവിടെ പ്രാർത്ഥിച്ചാൽ മനസ്സിൻ്റെ അശാന്തി മാറുമെന്നും ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രമുറ്റത്ത് ഒരു പ്രത്യേക ശിവലിംഗമുണ്ട്. അതിൽ 1000 ചെറിയ ശിവലിംഗങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. ഇതിനെ സഹസ്രലിംഗം എന്ന് വിളിക്കുന്നു. ഒരു തവണ ഈ ലിംഗത്തിൽ അഭിഷേകം ചെയ്താൽ 1000 ശിവലിംഗങ്ങളെ ഒരേ സമയത്ത് ആരാധിച്ചതിൻ്റെ ഫലം ലഭിക്കുമെന്നും പറയുന്നു. പരശുരാമൻ തൻ്റെ തപസ്സിൻ്റെ പൂർണ്ണതയ്ക്കായി ഇത്രയധികം ലിംഗങ്ങളെ ഒരേ സമയം പൂജിച്ചിരുന്നു എന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ചുവരുകൾ ഐതിഹ്യങ്ങളുടെ ഒരു പുസ്തകം പോലെയാണ്. രാവണൻ കൈലാസപർവ്വതം ഉയർത്താൻ ശ്രമിക്കുന്നതും ഭയന്നുപോയ പാർവതീദേവിയെ ശിവൻ ചേർത്ത് പിടിക്കുന്നതും പിന്നീട് ശിവൻ തൻ്റെ കാൽവിരൽ കൊണ്ട് പർവ്വതം അമർത്തി രാവണൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതുമായ കഥ ഇവിടെ മനോഹരമായി കുത്തിവെച്ചിട്ടുണ്ട്. അന്ധകാസുരൻ എന്ന അസുരനെ വധിക്കാൻ ശിവനെ സഹായിച്ച 7 ദേവീരൂപങ്ങൾ, സപ്തമാതൃക്കൾ, ബ്രാഹ്മണി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, ഇന്ദ്രാണി, വരാഹി, ചാമുണ്ഡി എന്നീ ദേവികളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. താന്ത്രിക വിശ്വാസപ്രകാരം ഈ ദേവിമാർ ഭക്തന്മാർക്ക് സംരക്ഷണം നൽകുന്നു. ക്ഷേത്രത്തിൻ്റെ പുറം ചുവരുകളിൽ ഗണപതിയുടെയും കാർത്തികേയൻ്റെയും വലിയ ശില്പങ്ങളുണ്ട്. സാധാരണയായി മകൻ അച്ഛൻ്റെ കാവൽക്കാരനായി നിൽക്കുന്നത് പോലെ ആണ് ഇവിടെയും. അതുപോലെ ഗണപതി ഇവിടെ വിഘ്നനിവാരകനായിട്ടും അതുപോലെ തന്നെ കാർത്തികേയൻ ശത്രു സംഹാരകനായിട്ടും ഇവിടെ ആരാധിച്ചു പോരുന്നു. സാധാരണയായി രാവിലെ 6 മുതൽ വൈകുന്നേരം 7 വരെ ക്ഷേത്രം തുറന്നിരിക്കുന്നു. മറ്റ് ഒഡീഷയിലെ ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ മാന്യമായ വസ്ത്രധാരണം ഇവിടെയും നിഷ്കർഷിക്കുന്നുണ്ട്. അത് എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കുക. ഭുവനേശ്വർ എയർപോർട്ടിൽ നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ മാറിയാണ് ഈ പഴയ ഭുവനേശ്വർ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ നമുക്ക് മുക്തേശ്വർ, സിദ്ധേശ്വർ, കേദാർഗൗരി എന്ന ക്ഷേത്രങ്ങൾ, മനോഹരമായ ക്ഷേത്രങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. പോകാം നമുക്ക് പരശുരാമേശ്വര ക്ഷേത്രത്തിലേക്ക്. നന്ദി.